ദൈവം ആശീർവദിച്ചാല് ദൈവം അനുഗ്രഹിച്ചതൊക്കെ ഒന്നും കുറവില്ലാതെ വരികയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാടുകളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിയാം, അനേകം നമ്മൾ കേരളത്തിലൊക്കെയാണ് അനേകം ആകാശപ്പുറവുകളുടെ ഭവനങ്ങളുണ്ട്. അവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ അറിയാം, പലയിടത്തും തന്നെ ഓരോ നേരത്തേക്കുള്ള ഭക്ഷണം പോലും ഇല്ല. രാവിലെ മുതൽ അവർ പ്രാർത്ഥിക്കുകയാണ്, സമയമാകുമ്പോൾ വിളിച്ചു പറയും ഞങ്ങൾ ഇന്ന് ഭക്ഷണം കൊണ്ടുവരിക, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത സമയത്ത് ഇവിടെ ഈ നാടുകളിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ആകാശപ്പുറവുകളുടെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ അടുക്കളയിൽ ചെന്ന് അവിടെ പാത്രം മുഴുവൻ കാണിച്ചു. അവിടെ ആ സ്റ്റോർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞു എല്ലാ പാത്രവും കാലിയായിട്ട് നിൽക്കുകയാണ്. ഏതാനും കുറച്ച് ധാന്യ അണികൾ അല്ലെങ്കിൽ ഏതാനും കുറച്ച് അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകർ പറയാണ്, ഇത് അടുത്ത ഭക്ഷണത്തിനുള്ളത് പോലും തികയില്ല. പക്ഷേ ഞങ്ങളെ ഇതുവരെയും സ്നേഹം നിറഞ്ഞവരെ, ദൈവം ആശീർവദിച്ചാൽ ഒന്നും തീർന്നു പോവുകയില്ല. ദൈവം ആശീർവദിച്ചാൽ നിനക്ക് ജീവിതത്തിന്റെ തകർച്ചയിൽ നീ ഒന്നുമില്ലാത്തവരായിട്ട് മാറിയില്ല. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 42 മുതലുള്ള വചനങ്ങളിൽ ഈ ഏലീശ പ്രവാചകന്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്ന് ആദ്യഫലത്തിന്റെ അപ്പവും 20 ബാർലി അപ്പവും ഏതാനും കുറെ പുതിയ ധാന്യ കതിരുകളും കൊണ്ടുവന്ന് ഒരു കൂടിനകത്താക്കി കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഏകദേശം 100 പേരുള്ള ആളുകളുടെ ഇടയിലിരിക്കുന്ന ഏലീശ പ്രവാചകൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കുക. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഇതെല്ലാവർക്കും തികയില്ല. ഇതാർക്കും ഏലീശ പ്രവാചകന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും തികയില്ല. ഏലീശ അവരോട് പറഞ്ഞു, നീ അന്ന് വിളമ്പ്. ഏലീശ അത് ആശീർവദിച്ചിട്ടുള്ള, ദൈവം ആശീർവദിച്ച് കൊടുക്കുന്നതാണ്. അതങ്ങ് വിളമ്പാൻ കൊടുക്കുമ്പോൾ അവനങ്ങ് വിളമ്പുമ്പോൾ ബൈബിളിൽ വചനം പറയുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ദൈവം ആശീർവദിച്ചാല് ദൈവം അനുഗ്രഹിച്ചതൊക്കെ ഒന്നും കുറവില്ലാതെ വരികയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാടുകളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിയാം, അനേകം നമ്മൾ കേരളത്തിലൊക്കെയാണ് അനേകം ആകാശപ്പുറവുകളുടെ ഭവനങ്ങളുണ്ട്. അവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ അറിയാം, പലയിടത്തും തന്നെ ഓരോ നേരത്തേക്കുള്ള ഭക്ഷണം പോലും ഇല്ല. രാവിലെ മുതൽ അവർ പ്രാർത്ഥിക്കുകയാണ്, സമയമാകുമ്പോൾ വിളിച്ചു പറയും ഞങ്ങൾ ഇന്ന് ഭക്ഷണം കൊണ്ടുവരിക, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത സമയത്ത് അവരുടെ ഈ നാടുകളിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ആകാശപ്പുറവുകളുടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ അടുക്കളയിൽ ചെന്ന് അവിടെ പാത്രം മുഴുവൻ കാണിച്ചു. അവിടെ ആ സ്റ്റോർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞു എല്ലാ പാത്രവും കാലിയായിട്ട് നിൽക്കുകയാണ്. ഏതാനും കുറച്ച് ധാന്യ അണികൾ അല്ലെങ്കിൽ ഏതാനും കുറച്ച് അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകർ പറയാണ്, ഇത് അടുത്ത ഭക്ഷണത്തിനുള്ളത് പോലും തികയില്ല. പക്ഷേ ഞങ്ങളെ ഇതുവരെയും ദൈവം പരിപാലിച്ചിട്ടുണ്ട്. ദൈവം ആശീർവദിച്ചാൽ നീ ഒരിക്കലും നിസ്സഹായനായിട്ട്, നീ ജീവിതത്തിൽ ഒരിക്കലും ഒരു അനുഗ്രഹമില്ലാത്തവനായിട്ട് കടന്നു പോവുകയില്ല. അതുകൊണ്ടാണ് ഈശോ മിശിഹ തന്റെ പരസ്യ ജീവിതകാലത്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലും സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ഈ അപ്പം ഇല്ലാതെ വലിയൊരു ജനതതി വരുമ്പോൾ ഇവർക്ക് അപ്പം കൊടുക്കാനായിട്ട് അപ്പസ്തോലന്മാരോട് പറയാം. അവര് നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ അവരുടെ കൈവശമുള്ള അപ്പം എടുത്ത് ദൈവം ആശീർവദിച്ചിട്ട് പറയും, ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, കൊടുക്കും തോറും ഈ അപ്പം വർദ്ധിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ പറയാം, നോക്ക്, ആ 5 അപ്പത്തിൽ നിന്ന് 5000 പേരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഭക്ഷിച്ച് ബാക്കി 12 കുട്ട നേരെ ശേഖരിച്ചു വെക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആശീർവാദം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ആഴം എന്താണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ വഴികളും അടയുമ്പോൾ അവസാനം ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. അതാണ് ഏലിയ പ്രവാചകനെ കെരീത്തരുവിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിന് ശേഷം ആ കെരീത്തരുവിയിലേക്ക് കാക്കകളെ വിട്ടാണ് ദൈവം ഏലീശ പ്രവാചകനെ തീറ്റിപ്പൂറ്റുന്നത്. ആത്മഹത്യ അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ വക്കിൽ നിന്ന് മരണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിധവയുടെ വീട്ടിലാണ് ഏലിയ പ്രവാചകനുള്ള ഭക്ഷണം ഒരുക്കുന്നത്. ദൈവം ക്രമീകരിക്കുന്ന വഴികൾ മനുഷ്യന് ചിന്തിക്കാൻ പറ്റിയല്ല. ദൈവം പോറ്റുന്ന വഴികൾ മനുഷ്യന് വ്യത്യസ്തമാണ്. ഇന്ന് എല്ലാവരും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും നാളെയെക്കുറിച്ച് ഉത്കണ്ഠയായിത്തീരുമ്പോഴും അതിനെ പറയുന്നു, നാളെയെക്കുറിച്ച് നീ ആകുലരാകരുത്, നീ വയലിലെ ലില്ലിയെ നോക്കുക. ഇതിനെയൊക്കെ പരിപാലിക്കുന്ന വിധം എത്രമാത്രമാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു, എല്ലാ വഴികളും അടഞ്ഞുവെന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു വഴിയുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം വെളിപ്പെടുത്തണമേ എന്ന്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയില്ലല്ലോ. മനുഷ്യന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും
പ്രവർത്തിച്ചിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ ഈ കാലഘട്ടങ്ങളിൽ, നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ആഴമായിട്ട് വിശ്വാസം ഉണ്ടാകണം. നിന്റെ മുമ്പിൽ എല്ലാ വഴികളും എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുന്ന ഒരു സമയം വരും. നീ ഞെരുക്കത്തിലാകുന്ന സമയം വരും. നിനക്ക് ഒരു വഴി കണ്ടെത്താനായിട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സമയം വരും. നിന്നെ എല്ലാ വഴികളിൽ നിന്നും ദൗർഭാഗ്യങ്ങൾ പിന്തുടരുന്ന സമയം വരും. ആ സമയത്തും നീ ഉറച്ചു വിശ്വസിക്കണം. നീ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവത്തിന് ഈ ഞെരുക്കങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വെള്ളമില്ലാത്ത സമയത്ത് ഏലീഷ പ്രവാചകന്റെ അടുക്കൽ വന്ന് ജനം പറയുന്നുണ്ട്, ഈ നാട്ടില് വെള്ളമില്ല, ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല, ഇവിടെ എങ്ങനെ വെള്ളം ഉണ്ടാകും? ഉടനെ ഏലീഷ പറയുന്നത്, ഇത് ദൈവത്തിന് വളരെ നിസ്സാരമാണ്. ഈ ഭൂമിയിൽ മനുഷ്യനെ പോറ്റാനും മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് നൽകുവാനും ദൈവത്തിന് അത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 1:37. ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ വ്യത്യസ്തമായ വഴികളാണ്. ദൈവം കാണിച്ചു തരുന്ന വഴികൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള വഴികളാണ്. ഒരുപക്ഷെ എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ച് നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കര പിടിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവത്തിന്റെ കൈ പിടിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവം നടത്തുന്ന ഒരു വഴിയുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. ദാനിയേലിന്റെ ആ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിന്റെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. ദൈവം അങ്ങനെ ഓർമ്മിച്ചല്ലോ. ദാനിയേൽ പറയുന്നത് അങ്ങനെ ഓർമ്മിച്ചല്ലോ. അവിടെ കിടക്കുന്ന സിംഹങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ദാനിയേലിനെ ഓർക്കുന്ന ദൈവം, ആ കുട്ടകക്കിണറ്റിൽ കിടക്കുന്ന ജോസഫിനെ ഓർക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഈജിപ്തില് ഇസ്രായേൽക്കാരുടെ നിലവിളി കണ്ട് ആ ഇസ്രായേൽക്കാരുടെ നിലവിളി കാണുന്ന ദൈവം. ഇങ്ങനെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും പരിശോധിച്ചു കഴിഞ്ഞാൽ 38 വർഷത്തോളം കിടക്കുന്ന തളർവാദ രോഗിയെ കാണുന്ന ദൈവം, ബർത്തമേസിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ദൈവം നയിക്കുന്ന, ദൈവം പരിപാലിക്കുന്ന വഴിയുണ്ട്. മനുഷ്യന്റെ എല്ലാ വഴികളും അടയുമ്പോൾ കർത്താവ് അവന് വേണ്ടി എല്ലാ വാതിലുകളും തുറക്കും. അവന് വേണ്ടി തുറക്കുന്ന ഒരു വാതിലുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ നീ നിന്റെ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകാൻ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അങ്ങനെയുള്ള ജീവിതത്തിന് വിലയുണ്ടാകും. ജീവിതത്തിന്റെ വില എന്ന് പറയുന്നത് നീ ദൈവത്തോടൊത്ത് നടക്കാൻ തുടങ്ങുമ്പോഴാണ്. കർത്താവ് മോശയോടൊത്ത് സ്നേഹിതനോടെന്ന പോലെ നടന്നു. ആ സ്നേഹിതനോടെന്ന പോലെ കർത്താവ് അവന്റെ കൂടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന മോശ ഈ 40 രാവും 40 പോലും ദൈവത്തോടൊത്ത് ഈ മലയുടെ മുകളിലായിരിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് കിട്ടിയ ഒരു അഭിഷേകമാണ്. ഈ ദൈവത്തോടൊത്ത് ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് സങ്കീർത്തനം പറയുന്നുണ്ട്, ദൈവത്തോടൊത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അതുകൊണ്ട് ഈ ദൈവാനുഗ്രഹത്തെ ദൈവം ആശീർവദിച്ചാൽ നിന്റെ എല്ലാ ജീവിതം ഐശ്വര്യമായിട്ട് മാറും. ദൈവം ആശീർവദിച്ചാൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ദൈവം ആശീർവദിച്ചാൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം ആശീർവദിച്ചാൽ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാവും. ഈ ആശീർവദിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറട്ടെ. ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.